കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ സ്നേഹമുള്ള വിശ്വാസികളെ, എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. നിങ്ങളെല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളിലും ഒക്കെ എല്ലാവരെയും വഹിക്കുകയും ചെയ്യുന്ന കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കൂട്ടായ്മകൾക്കും പ്രോത്സാഹനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. വാക്കുകൊണ്ട് നന്ദി പറയുവാൻ കഴിയില്ല എങ്കിലും പ്രാർത്ഥനകൾ കൊണ്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. പത്രോസിന്റെ അമ്മായിയമ്മ പനിയായിട്ട് കിടന്നു. യേശു ഇവിടെ കടന്നു ചെന്നു, സൗഖ്യമാക്കി, എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്തു. ഈ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് കിടക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ചില ചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ അല്പസമയത്തെ ധ്യാന ചിന്തകൾക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അതിങ്ങനെയാണ് അവിടെ വായിക്കുന്നത്: എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നിരുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെക്കാലമായി കിടക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. അനേക ദൈവദാസന്മാർ ഈ വേദഭാഗങ്ങളിലൂടെ ദൈവത്തിന്റെ വചനം ആഴമായ നിലകളിൽ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വളരെ ആഴമായി പതിയുമ്പോഴും അത് നമ്മുടെ ഹൃദയത്തിൽ വളരെ ശക്തമായി നിലകൊള്ളുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ അംഗീകാരവും വിടുതലും നമുക്ക് ലഭിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയാണ്. ഇവിടെ കർത്താവായ യേശുദേവൻ തന്റെ ശിഷ്യന്മാരുമായിട്ട് യെരുശലേമിലേക്ക് കടന്നു പോകുന്ന ഒരു ചിത്രമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെഥെസ്ദ എന്ന പേരുള്ള ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപം ഉണ്ടായിരുന്നു. ആ 5 മണ്ഡപം പണിതീർത്ത് അതിലെ ആ കുളത്തിലെ വെള്ളം കലങ്ങുന്ന സമയത്ത് ആര് ആദ്യം ഇറങ്ങുന്നുവോ അവർ സൗഖ്യം പ്രാപിക്കും. അതുകൊണ്ട് അനേക ആളുകൾ അനേക സ്ഥലത്ത് നിന്നും അനേക രോഗ സൗഖ്യമാകണമെന്ന് ആഗ്രഹിച്ച് അനേക ആളുകൾ കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ വായിക്കുമ്പോൾ അനേക രോഗികളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. മുടന്തന്മാരുണ്ട്, ക്ഷയരോഗികളുണ്ട്, തളർന്നു കിടക്കുന്നവരുണ്ട്, നടക്കാൻ കഴിയാത്തവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, ചെകിടന്മാരുണ്ട്, ഊമന്മാരുണ്ട്, വൈകല്യങ്ങളുടെ ഭാരത്തിൽ ജീവിക്കുന്ന അനേക പ്രിയപ്പെട്ടവര് ഈ വെള്ളത്തിന്റെ ഇളക്കം കണ്ടുകൊണ്ട് കടന്നു വന്നിരിക്കുകയാണ്. അവരൊക്കെ സൗഖ്യം പ്രാപിക്കുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്തവരൊക്കെ സന്തോഷത്തോടു കൂടെ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന ഓരോ അനുഭവങ്ങൾ നമുക്കറിയാം. ഇതിൽ യേശു ഇവിടെ കടന്നു വരുമ്പോൾ 38 വർഷക്കാലം കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. 38 വർഷക്കാലം കിടക്കുന്ന ഒരു മനുഷ്യൻ. യേശു കണ്ടിട്ട് അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് അനേക ആളുകൾ കിടപ്പ് രോഗികളായിട്ടുണ്ട്. 30 വർഷവും 40 വർഷവും ഒക്കെ കിടക്കുന്ന അനേക രോഗികളുണ്ട്. തളർന്നു കിടക്കുന്നവരുണ്ട്, എഴുന്നേക്കാൻ കഴിയാത്തവരുണ്ട്, സംസാരിക്കാൻ കഴിയാത്തവരുണ്ട്. വാരിക്കൊടുക്കണം, എഴുന്നേൽപ്പിക്കണം, ബാത്റൂമിൽ കൊണ്ടുപോകണം. വിവിധ വേദനകളുടെ ഭാരം വഹിച്ച് കിടക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എത്രയോ രോഗികൾ കിടക്കുന്ന കാണാം. എത്രയെത്ര വേദനിക്കുന്നവരെ കാണാം, എത്രയെത്ര ഭാരമുള്ളവരെ കാണാം, പ്രയാസമുള്ളവരെ കാണാം, ദുഃഖിക്കുന്നവരെ കാണാം. നിരന്തരം വേദനകളുടെ നടുവിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. 38 വർഷക്കാലമായി കിടക്കുന്നു. അവനോട് യേശു ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവന്റെ മനസ്സാണ് അറിയേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ കിടപ്പ് രോഗിയാണോ? 38 വർഷത്തെ വേദനയുണ്ടോ?
38 വർഷത്തെ ഭാരമുണ്ടോ? 38 വർഷത്തെ ദുഃഖമുണ്ടോ? 38 വർഷമായി അനുഭവിക്കുന്ന കുടുംബ പ്രശ്നങ്ങളുണ്ടോ? 38 വർഷക്കാലമായി അനുഭവിക്കുന്ന നൊമ്പരങ്ങളുണ്ടോ ജീവിതത്തിൽ? ഇന്ന് ആ വേദനയുണ്ടെങ്കിൽ, ഭാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിടുതലുണ്ട്. നിങ്ങൾ മനസ്സ് വെച്ചാൽ മതി. നിങ്ങൾ മനസ്സ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിടുതലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വിടുതലാണ്. നിങ്ങൾ തുറന്ന മനസ്സോടെ വരുന്നെങ്കിൽ വിടുതലാണ്. യാചിച്ചു വരികയാണ്, വിടുതലാണ്. ആശ്വാസത്തിനായി വരികയാണെങ്കിൽ വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകാം. ഇവിടെ പറയുന്നത് 38 വർഷക്കാരനോട് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ എന്നാണ്. അപ്പോൾ അവൻ പറഞ്ഞതായിരിക്കുന്ന ഒരു മറുപടിയുണ്ട്. വെള്ളം കലങ്ങുന്ന സമയത്ത് എന്നെ എടുത്തിറക്കുവാൻ ആളില്ലാത്തത് കൊണ്ട് എനിക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയുന്നില്ല. ഈ സമയത്ത് എന്നെ എടുത്ത് വെള്ളത്തിൽ ഇറക്കുവാൻ ആരുമില്ലല്ലോ. അപ്പോൾ അവന്റെ രോഗാവസ്ഥ എന്താണ്? തളർന്നു കിടക്കുന്നവനാകാം, ഒരാളെ ആശ്രയിക്കുന്നവനാകാം, ഏതെങ്കിലും വിധത്തിലുള്ളതായ ദുഃഖ നൊമ്പരങ്ങളിൽ കിടക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ വേദനകൾക്കൊരു മാറ്റം ഉണ്ടാകണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ട് വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ നിത്യമായിരിക്കുന്ന നരകയാതനയിൽ 38 കിടക്കുമ്പോൾ യേശു ചോദിക്കും, നിനക്ക് മനസ്സുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയും. നിങ്ങൾക്ക് സന്തോഷത്തോടെ കടന്നു വരുവാനായിട്ട് കഴിയും. 38 വർഷക്കാലം കിടക്കുന്ന ഒരു മനുഷ്യൻ. ഇതുപോലെ ജീവിതത്തിൽ എത്രയോ കുടുംബങ്ങളിൽ വേദന അനുഭവിക്കുന്നവരുണ്ട്, തളർന്നു കിടക്കുന്നവരുണ്ട്, നടക്കാൻ കഴിയാത്തവരുണ്ട്. കിടപ്പിരോഗികളുടെ എണ്ണം ഈ നാളുകളിൽ കൂടി വരികയാണ്. അനേക പുതിയ രോഗങ്ങൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ വരികയാണ്, പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ വൈറസുകൾ കടന്നു വന്ന മനുഷ്യനെ വളരെയധികമായി ക്ഷീണിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് യേശു ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നമുക്കറിയാം, പക്ഷപാതം പിടിച്ചു കിടന്ന ഒരു മനുഷ്യനെ 4 പേര് ചുമന്നുകൊണ്ട് വരുമ്പോൾ അനേക എതിർപ്പുകൾ ഉണ്ടായിട്ടും ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം ആണ് ആ വ്യക്തിയെ സൗഖ്യമാക്കാനിടയായത്. കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട് എന്ന് കൊണ്ടുവന്നവർക്ക് മനസ്സിലായി. കിടക്കുന്ന രോഗിയെ ഓർത്തുകൊണ്ടല്ല, കിടക്കുന്ന മനുഷ്യൻ ഏതുമാകട്ടെ, അവരേതവസ്ഥയുമാകട്ടെ, കൊണ്ടുവരുന്നവർക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ വിടുതൽ പ്രാപിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ അനേക പ്രതികൂല സാഹചര്യങ്ങൾ പലപ്പോഴും കടന്നു വരാറുണ്ട്. ദൈനംദിനം നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ മറ്റാരോടും പങ്കുവെക്കാൻ കഴിയാത്തതായിരിക്കാം. നമ്മൾ അനുഭവിക്കുന്ന നൊമ്പരം മറ്റാരോടും പറയുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ ഭാരപ്പെടുന്നതായിരിക്കാം. എന്നാൽ അതിനെയൊക്കെയും അതിജീവിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സമാധാനമുണ്ട്. പൗലോസ് ശ്ലീഹ പറഞ്ഞതായിരിക്കുന്നൊരു വാക്കുണ്ട്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുമാറാകട്ടെ എന്നാണ്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. നിങ്ങൾ വിശ്വാസത്തോടെ കടന്നു വരുന്നെങ്കിൽ, വിശ്വാസത്തോടെ അടുത്ത് വരുന്നെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലാണ്, അത് വലിയൊരു മാറ്റമാണ്, അതൊരാശ്വാസമാണ്. അതുകൊണ്ട് ഹൃദയം നുറുങ്ങുന്നവർക്ക് അവൻ സമീപസ്ഥനായി, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. എത്രയോ നാളുകളായി കിടന്ന് നരകിക്കുന്ന യാതനകളിൽ നിന്ന് യേശു വിടുവിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ കിടപ്പിന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തുവാൻ, നിന്റെ ഇരിപ്പിന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തുവാൻ, തളർന്നു കിടക്കുന്ന അവസ്ഥയാകട്ടെ, അത് എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയാകട്ടെ, നടക്കാൻ കഴിയാത്ത അവസ്ഥയാകട്ടെ, നീ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ കിടപ്പിനെ മാറ്റം വരുത്തുവാൻ യേശു ആഗ്രഹിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടോ എന്ന്. എടുത്തിറക്കാൻ ആളില്ല എന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞു, നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അവൻ ക്ഷണത്തിൽ സൗഖ്യം പ്രാപിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം ആഗ്രഹിക്കുന്നെങ്കിൽ, അനേക കുടുംബങ്ങളിൽ, അനേക വ്യക്തി ജീവിതങ്ങളിൽ ദുഃഖവും ദുരിതവും വേദനകളുമായിട്ട് കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുവാൻ പോകുകയാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് അടുത്ത് വരാം, പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം, ലക്ഷ്യത്തിനായി നമുക്ക് ഓടാം. ചിലതൊക്കെ നേടിയെടുക്കുവാൻ ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ, ശക്തീകരിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ നടത്തുമാറാകട്ടെ. അതിനായിട്ട് ആ പ്രത്യാശ നമ്മളിൽ വർദ്ധിപ്പിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സുഖസ്ഥ പിതാവേ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. 38 വർഷം കിടന്ന രോഗിയെപ്പോലെ അനേക ആളുകൾ ഇന്ന് കിടപ്പ് രോഗികളായിട്ട് ഭവനത്തിലുണ്ട്. ക്യാൻസർ എന്ന രോഗത്താൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ട്യൂമറിന്റെ അവസ്ഥയിൽ കിടക്കുന്നവർ, തളർന്നു കിടക്കുന്നവർ, അനേക ഹാർട്ടിന്റെ അസുഖമായിട്ട് കിടക്കുന്ന പ്രിയപ്പെട്ടവർ, ജീവിതത്തിൽ മരണം പോലും എൻ്റെ മേൽ വരണമേ എന്ന് ആകാംക്ഷിച്ച് കിടക്കുന്ന അനേക പ്രിയപ്പെട്ടവർ,
ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നെങ്കിൽ അത് അവർക്കൊരു ആശ്വാസവും വിടുതലുമായി തീരാൻ സഹായിക്കണം. അവർ മനസ്സ് വെക്കുകയാണെങ്കിൽ കിടപ്പിന് മാറ്റം വരുത്തുവാൻ കഴിയണം. അതിനായിട്ട് ഓരോ പ്രിയപ്പെട്ടവരെ ഒരുക്കണമേ. പിതാക്കന്മാരെയും മാതാക്കളെയും ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം, നന്മകളും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം. കർത്താവേ സ്തോത്രം. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫിലും കർത്താവേ യൂറോപ്യൻ രാജ്യത്തും അമേരിക്കയിലുമായിട്ട് അനേക ആളുകൾ പഠനത്തിനായി കടന്നുപോയ കുഞ്ഞുങ്ങൾ, ബിസിനസ് ചെയ്യുന്നവർ, ജോലിയോടുള്ള ബന്ധത്തിൽ കുടുംബമായി പാർക്കുന്നവർ, ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനത്താൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ. പുതിയ ശക്തിയും പുതിയ ബലവും തന്ന് കിടക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. അതിനായിട്ട് ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. അതിനായിട്ട് മനസ്സ് വെക്കാം. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ശക്തിയോടെ നടത്തുമാറാകട്ടെ.